والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. الله سبحانه وتعالى വിശുദ്ധമായ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രികീൻ. ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു, പൂർണ്ണമായിട്ടും അല്ലാഹുവിന്റെ മുമ്പിൽ കീഴൊതുങ്ങിയ ഒരു അടിമയായിരുന്നു. വലം യകുൻ മിനൽ മുശ്രികീൻ, ഒരിക്കലും മുശ്രികീങ്ങളിൽപ്പെട്ട ആളായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇത് പറയാനൊരു കാരണം, ഏത് മതക്കാരനാണെങ്കിലും എല്ലാവരും ഇബ്രാഹിമിനെ ആഗ്രഹിക്കും, ഇബ്രാഹിമിലേക്ക് ചേർക്കപ്പെടാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് അല്ലാഹു ഖുർആനിൽ വ്യക്തമാക്കി പറഞ്ഞത് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും വലം യകുൻ മിനൽ മുശ്രികീൻ, ഇബ്രാഹിം മുശ്രിക്കായിരുന്നില്ല. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചു, അഥവാ അല്ലാഹുവിന്റെ അടുത്ത കൂട്ടുകാരനായിട്ട് അല്ലാഹു സ്വീകരിച്ചു. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ പലയിടങ്ങളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു ചുരുക്കമൊരു രൂപം നമുക്ക് വിശദീകരിക്കും. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് ഇറാഖിലെ ബാബിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബാബിലുള്ള ഊർ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ദിമഷ്കിലാണ് ജനിച്ചത് എന്നും പറയപ്പെടുന്നു. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ ഒക്കെ അറിയുന്നതാണ്, ആസർ. അദ്ദേഹത്തിന്റെ സുറിയാനി ഭാഷയിലുള്ള ശരിക്കും യഥാർത്ഥ പേര് താരിഖ് എന്നായിരുന്നു. സുറിയാനി ഭാഷയിൽ താരിഖ് എന്നും മറ്റുള്ള ഭാഷയിൽ ആസർ എന്നും വിളിക്കപ്പെടും. സുറിയാനി ഭാഷ എന്നുള്ളത് ഇഞ്ചീലിന്റെ ഭാഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആസർ എന്ന പേരാണ് ഉപയോഗിച്ചത്. وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവ് ആസറിനോട് പറഞ്ഞ സന്ദർഭം, താങ്കൾ വിഗ്രഹങ്ങളെ ഇലാഹുകളായി സ്വീകരിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന ആ സന്ദർഭം. അതുപോലെ ഖുർആനിൽ ആസർ എന്ന പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പാക്കുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ കാഫിറായിട്ടാണ് മരണപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ദീർഘമായ ഹദീസ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, യൽഖാ ഇബ്രാഹിമു അമാഹു യൗമൽ ഖിയാമ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടും. വഅലാ വജ്ഹി ആസറ ഖതറത്തുൻ വഗബറത്തുൻ. ആ കണ്ടുമുട്ടുന്ന സമയം പിതാവ് ആസറിന്റെ മുഖത്ത് പേടിച്ച് രണ്ട് കറുത്ത മുഖമായിരുന്നു, പൊടിപടലങ്ങൾ ഉണ്ടാവും ആ മുഖത്ത്. ഫയഖൂലു ലഹു ഇബ്രാഹിം. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപ്പാനോട് പറയും, അലം അഖുൽ ലക ലാ തഅസീനി. ഉപ്പ, ഞാൻ പറഞ്ഞില്ലേ താങ്കളോട് എന്നെ ധിക്കരിക്കാൻ പാടില്ല, എന്നെ അനുസരിക്കണമെന്ന് പലമുറി ഞാൻ പറഞ്ഞിട്ടില്ലേ. ഫയഖൂലു അബാഹു. അപ്പം ആ ഉപ്പ തിരിച്ചു പറയും, ഫൽയൗമ ലാ അഅസിക. മകനെ, ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കൂല. പക്ഷെ കാര്യമില്ല, ആഖിറത്തിലാണ് സംഭവം. മരണത്തോടുകൂടി കഴിഞ്ഞു.
ഫയഖൂലു ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറയും, യാ റബ്ബി ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ നീ എന്നെ നിന്ദന്മാരുടെ കൂട്ടത്തിലാക്കൂല എന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്റെ പിതാവ് ഈ ഒരു അവസ്ഥയിലാകുമ്പോൾ അതിനേക്കാൾ വലിയ നിന്ദത എന്താണ് റബ്ബ്? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ നാളെ ആഖിറത്തിൽ നരകത്തിലാണ്, കാഫിറായിട്ടാണ് മരണപ്പെട്ടത്. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പാക്ക് അല്ലാഹു കൊടുക്കാത്ത ഹിദായത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പ്രത്യേക തൗഫീഖാണ്. അതിന് അല്ലാഹു ശുക്ർ ചെയ്യുക. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്നും അല്ലാഹു തിരഞ്ഞെടുക്കാം. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആൾക്കാർ അല്ലാഹു തിരഞ്ഞെടുക്കാം. ആ ഉദ്ദേശിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുമെന്നുള്ളത് അത് അല്ലാഹു നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ തൗഫീഖാണ്. തീർത്താൽ തീരാത്ത ശുക്ർ ചെയ്യണം, അതിന് ദുആ ചെയ്യണം. ഇസ്തിഖാമത്തിന് മരണം വരെ ഈ തൗഹീദിൽ നിലനിന്ന് കിട്ടാൻ വേണ്ടി അല്ലാഹു ദുആ ചെയ്യണം. അല്ലാഹു ആ രീതിയിലാക്കി തീർമാനമാണ്. ആ സമയത്ത് ആ സംഭാഷണം ആഖിറത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ യുഖാൽ, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയപ്പെടും, യാ ഇബ്രാഹിം മാ തഹ്ത റിജ്ലൈക, നിന്റെ കാലിന്റെ അടിയിൽ എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാം നോക്കും, ഫഇദാ ഹുവ ബിദീഖിൻ മുൽതതിഖിൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കാലിന്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ കഴുതപ്പുലിയെ കാണുന്നുണ്ട്. ചത്ത കഴുതപ്പുലി, അതിൽ ചോര പുരണ്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ രൂപമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് ഹദീസിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പാനെ സംബന്ധിച്ച് വന്നത്. ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ പിതാവ് കല്ല് കൊണ്ടും മരങ്ങൾ കൊണ്ടും ബിംബങ്ങൾ ഉണ്ടാക്കി, രൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കലായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പാനെ ജോലി. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. ഹദീസിലും ഖുർആനിലും പറയപ്പെട്ടതായിട്ട് രണ്ട് ഭാര്യമാരാണ് ഉള്ളത്. ഒന്ന് സാറ, രണ്ട് ഹാജർ. സാറ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പയുടെ സഹോദരന്റെ മകളാണ്, അഥവാ അമ്മിന്റെ മകളാണ് സാറ. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഈ സാറയും മാത്രമാണ് മുസ്ലിമായിട്ട് ഈ ഭൂമിലോകത്തുണ്ടായത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിച്ചു, മക്കളുണ്ടായിരുന്നില്ല. ആദ്യം സാറ മരണപ്പെട്ടതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ട് അറബി വംശജരായ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിനും മക്കളുണ്ടായിട്ടുണ്ട്. മൊത്തം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 11ഓളം മക്കളുണ്ട്, 4 ഭാര്യമാരുണ്ട്. അതിലറിയപ്പെട്ടത് 2 ഭാര്യമാരും 2 മക്കളുമാണ്. ഖുർആനും ഹദീസും പറഞ്ഞത്. രണ്ടാമത്തത് ഹാജറ. നമുക്കറിയാം, നമ്മുടെ ഉമ്മ ഹാജറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയാണ്. ഹാജറ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടാനുള്ള കാരണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറയുമായിട്ട് ഈജിപ്തിലേക്ക് യാത്ര, മിസ്റിലേക്ക് യാത്ര പോയി. അന്ന് മിസ്റിൽ ഒരു ളാലിമായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ക്രൂരനായ ഒരു ഭരണാധികാരി. സാറ നല്ല സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറയും കൂട്ടി ഈജിപ്തിലെത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു വിവരം കിട്ടി. അവിടുത്തെ രാജാവ് നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടാൽ രാജാവ് എടുക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറയോട് പറഞ്ഞു, രാജാവ് ചോദിക്കും നീ ആരാണ്? അപ്പൊ ഞാൻ പറയും നീ എന്റെ സഹോദരിയാണെന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 3 കളവുകളാണ് പറഞ്ഞത്. 2 പറഞ്ഞാൽ ദഅവത്തിന്റെ വിഷയത്തിലാണ്, 1 സാറയുടെ വിഷയത്തിലാണ്. ആഖിറത്തിൽ ശഫാഅത്തിന്റെ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എടുത്തു പറഞ്ഞു, എല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വരും, അല്ലാഹുവിന്റെ ശഫാഅത്തിന് വേണ്ടിയിട്ട്, ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, എനിക്കിന്ന് പേടിയാണ്, ഇന്ന് എന്റെ റബ്ബ് കോപിച്ചിട്ടുണ്ട്, ദേശത്തിലാണ്.
ഇതുവരെ അള്ളാഹു അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല, ഇനി അങ്ങനെ ദേഷ്യപ്പെടുകയുമില്ല. അത്രയും കോപത്തിലാണ് അള്ളാഹു. എന്നിട്ട് ആ 3 കളവുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്തു പറയും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് നഫ്സി നഫ്സി, ഇന്ന് എനിക്ക് എന്നെ സ്വന്തം രക്ഷപ്പെടുത്താണ്ട് തിരക്കിലാണ്, നിങ്ങളെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആരാ പറയാ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ പറഞ്ഞു, നാളെ ആഖിറത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു രൂപം, ഒരു രംഗം റസൂൽ വിശദീകരിക്കുന്നുണ്ട്. 2 കാൽമുട്ടും നിലത്ത് കുത്തിയിരുന്ന് 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് യാ റബ്ബി സല്ലിം യാ റബ്ബി സല്ലിം, അല്ലാഹുവേ ഒന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ആഖിറ. നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം പ്രയാസവും ദുരിതവുമായിരിക്കുന്ന ആഖിറത്ത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ കളവാണെന്ന് തന്റെ സഹോദരിയാണ്. അപ്പൊ രാജാവ് ഓടിച്ചു കൊണ്ടുപോയി, വീട്ടിലേക്ക് കൊണ്ടുപോയി. രാജാവ് കയ്യിൽ പിടിച്ചു, പക്ഷെ പിടിക്കാൻ കഴിയുന്നില്ല. അതിനെ 3 പ്രാവശ്യം ആവർത്തിച്ചു. രാജാവ് മനസ്സിലായി എന്തോ ഒരു പ്രത്യേകതയുണ്ട്. രാജാവ് പെട്ടെന്ന് ഒഴിവാക്കി. തിരിച്ചു പോകുന്ന സമയം ഒരു അടിമ സ്ത്രീയെയും ഹാജറാക്ക് സമ്മാനമല്ല, സാറക്ക് സമ്മാനമായിട്ട് നൽകി. അതാണ് ഹാജറ, മിസ്രിയ, ഈജിപ്തുകാരിയാണ്. സാറ ഹാജറുമായിട്ട് വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? നല്ലതാണ്, ഖൈറാണ് സംഭവിച്ചത്, എനിക്ക് ഹാജറാനെ സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ അവര് തിരിച്ച് ഫലസ്തീനിലേക്ക് വന്നു, ഇറാഖിലേക്ക് വന്നു. തിരിച്ച് ഇറാഖിലേക്ക് തന്നെ വന്നു. സാറ ഗർഭിണിയാകാത്ത പെണ്ണായിരുന്നു. ആ സാറ എന്ത് മക്കളില്ലാത്ത ആ സങ്കടത്തിൽ ഹാജറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സമ്മാനിച്ചു, അടിമ സ്ത്രീയായിട്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതിലൂടെ മക്കളുണ്ടായി. ആദ്യത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് 2 ബാല്യന്മാർ, 2 മക്കള്, ഇസ്മായിലും ഇസ്ഹാഖും. ഇസ്മായിലും ഇസ്ഹാഖും തമ്മിൽ പ്രായ വ്യത്യാസം 3 വർഷം, 3 വയസ്സിന് വ്യത്യാസമുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഗർഭിണിയായി, ഹാജറ ഗർഭിണിയായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിച്ചു. അപ്പോഴാണ് മക്കത്തേക്ക് പോകാനുള്ള കൽപ്പന. വിശദീകരിക്കും. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിച്ച 3 വർഷം കഴിഞ്ഞിട്ടാണ് സാറ ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്റെ മകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. പഴയ കാലഘട്ടത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്റെ മകൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ നശിപ്പിക്കപ്പെട്ടു. ആ നശിപ്പിച്ച വിവരം ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കാം. ആ വാർത്ത അറിയിക്കാൻ വന്നപ്പോ ഭാര്യയെ കണ്ടു. സാറ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം സന്തോഷ വാർത്ത അറിയിച്ചു. ആ സമയത്താണ് സാറ പ്രസവിക്കാൻ പോവാണ്, ഇസ്ഹാഖിനെ പ്രസവിക്കാൻ പോവാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്തോഷ വാർത്ത അറിയിച്ചത്. അപ്പോഴാണ് ഗർഭിണിയാകുന്നത്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബം. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കുടുംബം. ചരിത്രത്തിൽ 11ഓളം മക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദഅവത്ത് ആരംഭിച്ചു. ആദ്യം ദഅവത്ത് ചെയ്യുന്നത് സ്വന്തം പിതാവിനെയാണ്. പിതാവിനെ ദഅവത്ത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിനെ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് പിതാവിനോട്, 2 സമൂഹത്തിനോട്. അഥവാ ആദ്യം സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദഅവത്ത് ആരംഭിച്ചത്. അവസാനം ലഅർജുമന്നക യാ ഇബ്രാഹിം, ഇബ്രാഹിമിനോട് പിതാവ് പറഞ്ഞു, നീ ഈ പണി നിർത്തിയിട്ടില്ലെങ്കിൽ നിന്നെ കല്ലെറിഞ്ഞ് ഞാൻ ഓടിക്കും. അങ്ങനെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു, സമൂഹത്തിനോട് ദഅവത്ത് നടത്തി. അതൊരു സംഭവം പറയുന്നത് ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനത നക്ഷത്ര ഗോളങ്ങളെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം നക്ഷത്രത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, അതാണ് എന്റെ റബ്ബ്. ആ നക്ഷത്രം അപ്രത്യക്ഷമായപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അല്ല, എന്റെ റബ്ബ് എന്നെന്നും ജീവിക്കുന്നവരാണ്, അപ്രത്യക്ഷമാവുകയില്ല. ചന്ദ്രൻ വന്നു, ചന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞു എന്റെ റബ്ബാണ്. ചന്ദ്രൻ മാറിനപ്പോൾ ഇല്ല, എന്റെ റബ്ബ് ഒരിക്കലും മാറില്ല, എന്നെന്നും ജീവിക്കുന്നവരാണ്. സൂര്യൻ വന്നു, അപ്പൊ ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. ആ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, ആ കൗമിനെ ബോധ്യപ്പെടുത്താൻ. അങ്ങനെ സൂര്യൻ മാറിനപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതല്ല എന്റെ റബ്ബ്, എന്റെ റബ്ബ് എന്നെന്നും ജീവിക്കുന്നവരാണ്. പക്ഷെ ആ സമൂഹം മനസ്സിലാക്കിയില്ല. രണ്ടാമത്തത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർക്കൊരു വലിയ വിഗ്രഹങ്ങൾ, ഒരു വീടും ആ വീടിൽ മൊത്തം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പെരുന്നാൾ ദിവസം, ഒരു ആഘോഷ ദിവസം അവരൊക്കെ ആ സ്ഥലം വിട്ട് മാറി നിന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ തന്നെ നിന്നു. അവർ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ വിഗ്രഹങ്ങളെയും അടിച്ച് തകർത്ത് നിലത്തിട്ടു, ഒന്നിനെ ബാക്കിയാക്കി. എന്നിട്ട് ആ തച്ച തകർത്ത ആ കോടാലി, ആ മഴു, അതാ ഏറ്റവും വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ തൂക്കിയിട്ടു. ആൾക്കാർ തിരിച്ചു വന്നപ്പോ കാണുന്ന കാഴ്ച, എല്ലാ വിഗ്രഹങ്ങളും തച്ച് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഒന്ന് മാത്രം ബാക്കി, അതിന്റെ കഴുത്തിൽ ആ കോടാലി. അവരെല്ലാവരും സംശയം, ഇബ്രാഹിം തന്നെയായിരിക്കും ചെയ്തത്. ഇബ്രാഹിമേ, നീയാണോ ഇത് നമ്മുടെ ഈ വിഗ്രഹങ്ങളോട് ചെയ്തത്, നമ്മുടെ ആലിഹത്തുകളോട് ചെയ്തത്? അതാണ് ഒരു കളവ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനല്ല ചെയ്തതായ വലിയ വിഗ്രഹമാണ്, അതിന്റെ കഴുത്തിലാണ് കോടാനുള്ളത്, മുഴുവുള്ളത്. അതിനോട് ചോദിക്കും, അത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ചോദിക്കും. അപ്പൊ ഓരോരുത്തരും ചിന്തിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളാണ് ളാലിമീങ്ങൾ. അവരൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ തല താഴ്ത്തി, മറുപടിയില്ല. അവർ ചോദിച്ചു, ഇബ്രാഹിം നിനക്ക് അറിയില്ല, അവർ സംസാരിക്കൂല എന്ന്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم أف لكم ولما تعبدون من دون الله. ഇങ്ങനത്തെ കാര്യങ്ങളാണോ, നിങ്ങൾക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെയാണോ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? ഉഫ്ഫിൽ ലക്കും, വളരെ മോശമായി പോയി. വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വിഗ്രഹങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായി പോയി, മോശമായി പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിന്റെ രീതി അങ്ങനെയാണ്. സമൂഹത്തിന് ഉത്തരം പൊട്ടിപ്പോയി, മറുപടിയില്ല. ഇബ്രാഹിമിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർക്ക് മറുപടിയില്ല. പല രീതിയിൽ ഖുർആൻ ആ ദഅവത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. അവസാനം അവർ പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിമിനെ കത്തിച്ചു കളയുക, അങ്ങനെയാണല്ലോ തൗഹീദിന്റെ പ്രബോധനക്കാരെ ഇല്ലാതാക്കാൻ. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, അവരുടെ വാദങ്ങൾക്ക് മുമ്പിൽ മറുപടിയില്ല. ശത്രുപക്ഷത്തിൽ ഇല്ലാതാക്കിയാണ് അവരുടെ മുമ്പിൽ ഏക പോംവഴി. നിങ്ങൾ ഇബ്രാഹിമിനെ കത്തിച്ചു കളയുക, നിങ്ങളുടെ ആലിഹത്തുകളെ നിങ്ങൾ രക്ഷിക്കുക. അങ്ങനെ അവർ മശൂറ കൂടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹം മശൂറ കൂടി, ഇബ്രാഹിമിനെ കത്തിക്കണം. അങ്ങനെ ആ കത്തിക്കാൻ അഭിപ്രായം പറഞ്ഞ ഒരാള് അഅറാബു ഫാരിസ്, പേർഷ്യയിലെ അറാബിയാണ് ഇബ്രാഹിമിനെ കത്തിച്ച് നമുക്ക് ഇല്ലാതാക്കാം, നശിപ്പിക്കാമെന്നുള്ള അഭിപ്രായം പറഞ്ഞത്. അതെല്ലാവരും സ്വീകരിച്ചു. അങ്ങനെ രാജാവ് വലിയ തീക്കുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അത് കിട്ടു. അപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിം തീരോട് അല്ലാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയുമായിട്ട് മാറുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ കാണാം 3 ദിവസമാണ് അതിൽ കിടന്നത്, അല്ലെങ്കിൽ 12 ദിവസം. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഖുർആനിലോ ഹദീസിലോ വ്യക്തമായിട്ട് ഇത്ര ദിവസമാണ് തീയിൽ കിടന്നതെന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ തീയിലേക്ക് അറിയപ്പെട്ടു. ഇമാം സിദ്ദീഖ് റഹ്മത്തുള്ളാഹി പറയാം, റഫഅ ഇബ്രാഹിം റഅസഹു ഇല സമാ. ആ തീയിലേക്ക് എറിയുന്ന സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുകൾ
തല മുകളിലേക്ക് ഉയർത്തി ആകാശത്തേക്ക് ഉയർത്തി എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ അൻതൽ വാഹിദു ഫിസ് സമാ, അല്ലാഹുവേ നീ ആകാശത്തെ ഏകനാണ്, വഅനൽ വാഹിദു ഫിൽ അർദ് ഭൂമിയിൽ ഞാൻ ഏകനാണ്. അന്നാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമേ മുസ്ലിമായിട്ടുള്ളൂ. ലൈസ ഫിൽ അർദ് അഹദുൻ യഅബുദു ഗൈറി, അല്ലാഹുവേ ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഞാനല്ലാത്ത വേറൊരാളില്ല. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് നീ മതിയായവനാണ്. فقذفوه في النار فقال يا نار كوني بردا وسلاما على ابراهيم. ابراهيم عليه السلام دعاء دائما حسبي الله ونعم الوكيل. സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹിഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സലാം ദുആ ചെയ്തു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തീയോട് തണുപ്പാകാൻ പറഞ്ഞു. കുന്നാ യാ നാറു കൂനി ബർദൻ, നീ തണുപ്പാകണമെന്ന് പറഞ്ഞു. അതിനുശേഷം സലാമൻ, രക്ഷയാകണമെന്ന വാക്ക് അല്ലാഹു പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സലാം തണുത്തിട്ട് മരണപ്പെടുമായിരുന്നു തീയിന്റെ ഉള്ളിൽ. പക്ഷെ അല്ലാഹു രണ്ടും പറഞ്ഞു. തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനുഷ്യൻ ഭയങ്കര പ്രയാസമാണ് തണുപ്പത്ത് ജീവിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സലാമൻ എന്ന രക്ഷയും എന്ന വാക്ക് അല്ലാഹു പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇബ്രാഹിം തണുപ്പിന്റെ ആധിക്യം കാരണം ആ തീക്കുണ്ടാരത്തിൽ മരണപ്പെടുമായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു സംഭവം ദഅവത്തിന്റെ രംഗം. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലേക്കുള്ള യാത്ര, വേറൊരു ജീവിതത്തിന്റെ വേറൊരു ഭാഗം ആരംഭിക്കണം. മക്കയിലേക്ക് യാത്ര പോകാൻ അല്ലാഹു കൽപ്പിക്കാൻ ഒരു കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. സാറ പ്രസവിക്കൂല. സാറയാണ് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഹാജർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സമ്മാനമായിട്ട് നൽകിയത്. ഹാജർ ഗർഭിണിയായി. സ്വാഭാവികമായിട്ടും സാറയ്ക്ക് പ്രയാസം തുടങ്ങി, ബുദ്ധിമുട്ട് തുടങ്ങി. എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യം ഹാജറിന് കിട്ടി. ആ പ്രയാസം കാരണം സാറ ഹാജറിന്റെ കൺമുന്നിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു, വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കാൻ പറഞ്ഞു. ചരിത്രത്തിൽ കാണാം ആദ്യമായിട്ട് നീളമുള്ള വസ്ത്രം ധരിച്ചത് ഹാജറാണ്. കാരണം ആ ഗർഭത്തിന്റെ അടയാളങ്ങള് സാറ കാണാതിരിക്കാൻ. അങ്ങനെ അല്ലാഹു പറഞ്ഞു ഹാജറിനെ മാറ്റണം. ഹാജർ പ്രസവിച്ചപ്പോഴേക്കും സാറയുടെ പ്രശ്നം കൂടി, ബുദ്ധിമുട്ട് കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും കൂട്ടി മക്കയിലേക്ക് പുറപ്പെടാൻ കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുറപ്പെട്ടു. അന്ന് മക്കയിൽ ആരുമില്ല. അതിന്റെ മുമ്പ് ജുർഹും ഗോത്രത്തിന്റെ താമസിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ജുർഹും ഗോത്രം മക്കയിൽ താമസം ഉണ്ടായിരുന്നു. പിന്നീട് അവർ അവിടുന്ന് പോയി, കാരണം അവിടെ വെള്ളമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാബയുടെ അടുക്കലേക്ക് വന്നത് കാബയില്ല, കാബയുടെ അവശിഷ്ടങ്ങളൊന്നുമില്ല. ആ ഭാഗത്ത് വന്ന് ജബൽ അബീ ഖുബൈസ് എന്ന മലഞ്ചരിവിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും ആക്കി. എന്നിട്ട് തിരിച്ചു നടക്കാൻ അപ്പൊ ഹാജർ ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കാതെ നടന്നു. മകനെയും കൊണ്ടാക്കുന്ന സമയത്ത് അവർക്ക് വെള്ളവും അതേപോലെ തന്നെ ഉണങ്ങിയ ഇറച്ചി കഷ്ണം അവരുടെ പക്കലുണ്ടായില്ല. അത് കൊടുത്ത് അവിടെ ഇരുത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കാതെ നടന്നു. ആ സമയത്ത് ഹാജർ ചോദിച്ചു, അയ്ന തദ്ഹബ്, ഇബ്രാഹിം എവിടേക്കാണ് പോകുന്നത്? وتتركنا بهذا الوادي الذي ليس فيه انس ولا شيء, ഒരു മനുഷ്യരോ ഒരു ജന്തുജാലങ്ങളോ ഇല്ലാത്ത ഈ മരുഭൂമിയിൽ നമ്മളെ ഇട്ടിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത്? فقالت له ذلك مرارا, പല പ്രാവശ്യം അത് ഹാജർ ചോദിച്ചു. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സമയത്ത് ഹാജർ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹുവാണ് നിന്നോട് കൽപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നഅം, അതേ പറഞ്ഞു. എന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത് ഹാജർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്തില്ല, കൈയൊഴിയൂല. അല്ലാഹു ഒന്നും കൈയൊഴിയില്ല, അല്ലാഹു സംരക്ഷിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. കാരണം ആരോരുമില്ലാത്തൊരു മലഞ്ചെരുവിൽ ഭാര്യയെയും ഒരു ചെറിയ മകനെയും ആക്കിയിട്ട് തിരിച്ചു പോവാണ്. ഒരു പിതാവെന്ന നിലയിൽ മനസ്സിൽ പ്രയാസമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടന്നു പോയി. എന്നിട്ടൊരു പാറക്കെട്ടിന്റെ പിറകിൽ നിന്നു ഹാജറും മകൻ ഇസ്മായിലിനെയും കാണാത്ത രൂപത്തിൽ. എന്നിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്തു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി
പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ അല്ലാഹു ഖുർആനിൽ പറയും. നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ബന്ധിപ്പിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കാതെ ആ പാറക്കെട്ടിന്റെ പിറകിൽ പോയിട്ട് ആ ഭാഗത്തേക്ക്, മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യണം. റബ്ബന അല്ലാഹുവ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ മക്കളെ ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കണം റബ്ബേ. ബിവാദി ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധമായ കഅബയുടെ അടുക്കൽ ആരോർക്കും വസിക്കാനുള്ള കൃഷിയോജ്യമല്ലാത്തൊരു സ്ഥലത്ത് എൻ്റെ മക്കളെയും ഭാര്യയും ഞാൻ നിർത്തി പോവുകയാണ് റബ്ബേ. ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. അവർ നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണത്. അതുപോലെ തന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്ത് തഹ്വീ ഇലൈഹിം, അല്ലാഹുവേ ജനങ്ങളുടെ ഹൃദയങ്ങൾ നീ അവരിലേക്ക് തിരിക്കണമേ. ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഏതൊരു മുസ്ലിമിന്റെ ഹൃദയമാണ് കഅബ കാണാൻ കൊതിക്കാത്തത്, മക്ക കാണാൻ കൊതിക്കാത്തത്? അതാണ് ദുആ. തഹ്വീ ഇലൈഹിം ഫജഅൽ അഫ്ഇദത മിനൻ നാസി തഹ്വീ ഇലൈഹിം, അല്ലാഹുവേ ജനങ്ങളുടെ ഹൃദയങ്ങളെ നീ അവരിലേക്ക് ആകർഷിപ്പിക്കണമേ. അല്ലേ? ഏതൊരു മുഅ്മിന്റെ ഹൃദയം കൊതിക്കാത്തത് കഅബ കാണാൻ, അവിടെ ചെല്ലാൻ, അവിടെ എത്താൻ? ഈ ദുആന്റെ ഉത്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരുടെ ഹൃദയത്തെ അങ്ങോട്ടേക്ക് ആകർഷിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് ഉത്തരമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി കയ്യിലുള്ള ആ മാംസവും വെള്ളവും കഴിഞ്ഞു. മകൻ ഇസ്മായിൽ കരയാൻ തുടങ്ങി, ദാഹിച്ചിട്ട്. ഹാജർ ഇങ്ങനെ ഓടി നടന്നു, സഫാ മർവയുടെ കുന്നുകൾക്കിടയിൽ ഓടി നടന്നു. എവിടെയെങ്കിലും വെള്ളമുണ്ട്, ആരെങ്കിലും കാണാൻ കഴിയുമോ നോക്കാൻ. അങ്ങനെ ഓടി പെട്ടെന്നാണ് ഇസ്മായിലിന്റെ കാലിന്റെ ഭാഗത്തു നിന്ന് വെള്ളം ഉറവ് പൊട്ടി പുറത്തേക്ക് വരുന്നത് കാണുന്നത്. തിരിച്ചു വന്നു, വെള്ളം ഇസ്മായിലിന്റെ മകനെ കുടിപ്പിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, ചിത്രങ്ങൾ പ്രതിക്ക് നിർത്തേണ്ടി വരും. വെള്ളം ഇസ്മായിലിനെ കുടിപ്പിച്ചു, സ്വന്തം വെള്ളം കുടിച്ചു. പക്ഷെ വെള്ളം നിൽക്കുന്നില്ല, പിന്നെയും വെള്ളം വരിക. അപ്പോഴും ഹാജർ പറഞ്ഞു സംസം. സംസമിന്റെ അർത്ഥം ഖിബ്തി ഭാഷ, മിസ്രി ഭാഷ, ഈജിപ്ഷ്യൻ ഭാഷ. അതിന്റെ അർത്ഥം നിൽക്കുന്നതാണ്, നിൽക്ക്. അപ്പൊ ആ വെള്ളം അവിടെ നിന്നു, ആ ഒഴുക്ക് അവിടെ നിന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഉമ്മനാ ഹാജർ, നമ്മുടെ ഉമ്മ ഹാജർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹാജർ അങ്ങാരം അന്ന് ആ ഖിഫ് എന്ന പദം പറഞ്ഞിട്ടില്ലെങ്കിൽ, നിൽക്ക് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത് വലിയൊരു ഒഴുകുന്ന നദിയായി ഒഴുകുമായിരുന്നു സംസം. പക്ഷെ ഇന്ന് ഒഴുകുന്നില്ല, പക്ഷെ വെള്ളം ഇപ്പോഴും പറ്റാതെ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് തിരിച്ചുപോയി. ഇവിടെ ഇവർ ജീവിതം ആരംഭിച്ചു. വെള്ളം കിട്ടിയത് അങ്ങനെ ജീവിതം ആരംഭിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടക്കിടക്കെന്തെയും മകനെയും ഭാര്യയെയും കാണാൻ മക്കത്തേക്ക് വരും. അങ്ങനെ വരുന്ന ഒരു സമയമാണെന്ന് സ്വപ്നം കണ്ടു, മകനെ അറുക്കുന്നതായിട്ട്. അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹയാണ്. ദുൽഹിജ്ജ 7 ആദ്യം സ്വപ്നം കാണുന്നത്. പിറ്റേന്ന് ദുൽഹിജ്ജ 8 കണ്ടു. ദുൽഹിജ്ജ 9 കണ്ടു. 3 പ്രാവശ്യം സ്വപ്നം ആവർത്തിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനസ്സിലാക്കി ഇത് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണമാണ്. അങ്ങനെ ദുൽഹിജ്ജ 10 ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ കൂട്ടിപ്പോയി മിനയിലേക്ക് പോയി. മിന പാറക്കെട്ടുകളാണ്. പാറക്കെട്ടിന്റെ അടുത്ത് പോയി മകനെ കിടത്തി. ഖുർആൻ പറയാം, ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽജബീൻ. ഫലമ്മ അസ്ലമ, ആ 2 ആൾക്കാരും ഉപ്പയും മകനും അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ കീഴൊതുങ്ങിയപ്പോൾ, വതല്ലഹു ലിൽജബീൻ, മകനെ ചരിച്ച് കിടത്തി. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ, ആ സമയത്താണ് വനാദൈനാഹു, നാം ഇബ്രാഹിമിനെ വിളിച്ചു. അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു, നിന്റെ ആ വലിയ പരീക്ഷണം നീ വിജയിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് നാം ഇപ്രകാരമാണ് പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. അല്ലാഹുവിന്റെ വാക്കാണ്. ഇബ്രാഹിം, ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു, പക്ഷെ നീ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. വഇബ്രാഹിം അല്ലദീ വഫ, എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ച് ഉന്നതമായ സ്ഥാനത്തെത്തിയ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അങ്ങനെ അറക്കുന്ന സംഭവം യഹൂദികൾ പറയും, ജൂതന്മാർ പറയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുത്തത് മകൻ ഇസ്ഹാഖിനെയാണ്. കാരണം അവരുടെ പാരമ്പര്യം അങ്ങോട്ടേക്കാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് അബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകൻ.
അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിതാവ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ രണ്ട് മക്കളാണ് ഇസ്ഹാഖ്, ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൽ നിന്നും പിന്നെ വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ പ്രവാചകനാണ്. ഇസ്ഹാഖിൽ നിന്നാണ് യാക്കൂബ്. യാക്കൂബിൽ 11 മക്കൾ ബനു ഇസ്രായേൽ. അവരിൽ നിന്നാണ് പിന്നീട് എല്ലാ പ്രവാചകന്മാരും ബനു ഇസ്രായേലിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും മടങ്ങുന്നത് ഇബ്രാഹിമിലേക്കാണ്. അതുകൊണ്ട് അബുൽ അംബിയ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ജൂതന്മാരെന്ന് പറയും അറുത്തത് ഇസ്ഹാഖിനെയാണ് അറുക്കാൻ പോയത്. അതാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലം യകുൻ മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം എന്നല്ല മുസ്ലിം ആയിരുന്നു, മുശ്രിക് ആയിരുന്നില്ല. കാരണം എല്ലാവരും വാദിക്കും ഇബ്രാഹിം അവരുടെ ആളാണ്. അത്രയും ഉന്നതമായ സ്ഥാനത്തെത്ത പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ കഅബയിൽ അറുത്തതിന് ശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വന്നു. അപ്പൊ അല്ലാഹു എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തു അറുക്കാൻ വേണ്ടി. ആ ആടിനെ അറുത്തു. ആ ആടിന്റെ തല, ഉണങ്ങിയ തല കഅബയിൽ ഉണ്ടായിരുന്നു വർഷങ്ങളോളം. ഏതുവരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ, അതുവരെ ആ ആട്ടിന്റെ തല കഅബയിൽ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആട്ടിന്റെ തല കഅബയിൽ ഉണ്ടായതാണ് നമുക്ക് തെളിവ്. എന്ത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ കൊണ്ടുപോയത്. അതൊരു സംഭവം കഴിഞ്ഞു. അടുത്തൊരു സംഭവം, അത് കഴിഞ്ഞു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു. പിന്നെ മക്കത്ത് ജീവിതം ആരംഭിച്ചു. അപ്പോഴാണ് അല്ലാഹുവിന്റെ അടുത്ത കൽപ്പന കഅബ പുതുക്കി പണിയാൻ. കഅബ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഭൂമി ലോകത്ത് അല്ലാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഭവനമാണ്. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. മക്കയിൽ അല്ലാഹു ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് കഅബ. ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കി ആ സമയത്താണ് മലക്കുകളാണ് കഅബ നിർമ്മിക്കുന്നത്. മലക്കുകൾ കഅബ നിർമ്മിച്ചു. അതിനുശേഷം ഞാൻ വിശദീകരിച്ചു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കം, തൂഫാൻ, അത് ഭൂമി മുഴുവൻ ഉണ്ടായിരുന്നു. ആ തൂഫാനിൽ കഅബ പൂർണ്ണമായിട്ടും നശിച്ചു. ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ കഅബ നശിച്ചു. ഹജറുൽ അസ്വദ് എന്ന കല്ല് അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലാണ്. ആ കല്ല് ജബൽ അബി ഖുബൈസ് എന്ന മലമുകളിൽ പോയി പതിച്ചു. ആ മലമുകളിലാണ് പൂർണ്ണമായിട്ട് ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല. അത് അല്ലാഹുവിന്റെ കൽപ്പന. കഅബ പുതുക്കി പണിയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിലും കൂടി കഅബയുടെ ചുമര് കണ്ട് ആ സ്ഥലം കണ്ടെത്തി. അതിന്റെ തറ ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ മുകളിൽ ആ എടുപ്പെടുത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അങ്ങനെ പണി പൂർത്തിയാക്കി. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അവരാ ഇബ്രാഹിമും മകൻ ഇസ്മായിലും കഅബയുടെ ആ എടുത്ത് പൂർണ്ണമാക്കിയപ്പോൾ അവർ ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ നമ്മിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണം. അല്ലാഹു പറഞ്ഞ വാക്കിനൊരു അർത്ഥമുണ്ട്, നമുക്കൊരു പാഠമുണ്ട്. അത് നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്യാലും അവസാനം അല്ലാഹുവോട് ചോദിക്കും, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് നീ നമ്മളിൽ നിന്ന് സ്വീകരിക്കണം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ച അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം എന്നിട്ട് ദുആ ചെയ്ത ദുആ ആണ് അല്ലാഹു ഖുർആനിൽ നമുക്ക് വേണ്ടി എടുത്തു പറഞ്ഞത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചു. അന്ന് കഅബയുടെ രൂപം എങ്ങനെയായിരുന്നു? ഈ ഇന്ന് കാണുന്ന ചതുര രൂപത്തിലായിരുന്നില്ല. 3 ഭാഗം ഇതായിരുന്നു, പിന്നെ ഈ ഭാഗത്ത് റൗണ്ട് ആയിരുന്നു. അങ്ങനെയാണ് കഅബയുടെ രൂപം ഉണ്ടായത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇന്ന് ഹിജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഭാഗത്താണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചിട്ട് ഇബാദത്ത് ചെയ്യാൻ ഇരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പിന്നെ കഅബ 4 രീതിയിൽ നിർമ്മിക്കപ്പെട്ടു. ഒന്ന് മലക്കുകൾ നിർമ്മിച്ചു. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ എടുത്തു. പിന്നീട് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്തിന് മുമ്പ് മക്കയിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ കഅബ നശിച്ചു. അന്ന് ഖുറൈശികൾ കൂടിയിട്ട് എന്ത് ചെയ്തു? കഅബ പുതുക്കി പണിതു. അന്ന് ഖുറൈശികൾ പുതുക്കി പണിപ്പോൾ ഒരു നിബന്ധന വെച്ചു, ഹലാലായ സമ്പത്ത് മാത്രമേ കഅബ പുതുക്കി പണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ.
കാരണം അവർ പാരമ്പര്യ മുസ്ലിങ്ങളാണ്, ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അങ്ങനെ ആ ഒരു സമ്പത്ത് പൂർത്തിയാകാത്തതിന്റെ പേരിൽ എന്ത് ചെയ്തു, ആ പകുതി ഭാഗം ഒഴിവാക്കിയിട്ട് കഅബ ചതുരത്തിലാക്കി മാറ്റി. ചതുരത്തിലായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിന്റെ അന്ന് രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷ ഇങ്ങനെ കഅബ നോക്കിയിരിക്കാം. എല്ലാം വിജയിച്ചെടുക്കാൻ സന്തോഷത്തിന്റെ റസൂലും ഭാര്യയും കഅബ നോക്കിയിരിക്കാം. അപ്പൊ റസൂൽ പറഞ്ഞു, ആയിഷ, നിന്റെ ഖൗമ് പുതു ഇസ്ലാമി ആയതുകൊണ്ട്, അവർ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഞാൻ ആ കഅബ പൊളിച്ച് പണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത രൂപത്തിൽ ആ കഅബ പുതുക്കി പണിയുമായിരുന്നു. പക്ഷെ ഫിത്ന ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് അത് ചെയ്യാത്തത്. റസൂൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആ നാട്ടിലെ ഫിത്ന ഭയന്നിട്ട് റസൂൽ ചെയ്തില്ല. അങ്ങനെ ഖുറൈശികൾ ചെയ്തു. ഖുറൈശികൾ വന്ന് പുതുക്കപ്പെടുന്നപ്പോൾ ചില വ്യത്യാസങ്ങൾ വരുത്തി. ഒന്ന്, കഅബയ്ക്ക് 2 വാതിലുണ്ടായിരുന്നു. ഇവിടുന്ന് കയറി അവിടുന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ വാതിലുണ്ടായിരുന്നു. ആ ഒരു വാതിൽ എന്ത് ചെയ്തു, ഖുറൈശികൾ മൂടി. ഇപ്പൊ കഅബ ഒറ്റ വാതിലേ ഉള്ളൂ, അതിന് നേരെ എതിർദിശയിൽ ഒരു വാതിലുണ്ടായിരുന്നു, അത് ഖുറൈശികൾ ഇല്ലാതാക്കി. 2 കഅബക്ക് ഇതുണ്ട്, മേൽക്കൂര പണിതു. പണ്ടുന്നില്ല, മേൽക്കൂര ഉണ്ടായിരുന്നില്ല, കഅബക്ക് മേൽക്കൂര പണിതു. പിന്നെ കഅബ എന്ത് ചെയ്തു, ഉയർത്തി. കഅബയുടെ തറ ഒരാൾ പൊക്കത്തിൽ ഉയരത്തിലാണ് ഇപ്പോ, പക്ഷെ ആദ്യം എന്തായിരുന്നു, അത് നിലത്തായിരുന്നു. അതുകൊണ്ടാണ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചത്. ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാൽ നശിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, ഖുറൈശികൾ അതിന്റെ തറ ഉയർത്തി. ഇന്നൊരാൾ പൊക്കത്തിലാണ് അതിന്റെ വാതിലും തറവാത്തില്ല കഅബയുടെ, അത്ര ഉയർത്തിയത് ഖുറൈശികളാണ്. ഈ വ്യത്യാസങ്ങളൊക്കെ ഖുറൈശികൾ വരുത്തി. റസൂൽ അത് പുതുക്കിപ്പെടാൻ താല്പര്യമുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഹിജ്റ 61 അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഹിജാസിലെ ഭരണം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ചെയ്തു, ഇത് പൊളിക്കാൻ കാത്തിരിക്കരുത്. ഒരു ദിവസം അവസരം കിട്ടി. കഅബയുടെ തുണി അത് കത്തിപ്പോയി. അങ്ങനെ കത്തി ചെറിയ കേടുപാടുകൾ സംഭവിച്ചു കഅബക്ക്. അദ്ദേഹം അത് പുതുക്കി നിർമ്മിക്കുന്നതിന്റെ വ്യാജേന അത് പൂർണ്ണമായിട്ട് പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത രൂപത്തിൽ കഅബ എടുത്തു. അങ്ങനെ ഇപ്പൊ ഹിജ്റയുടെ ഓട്ടത്തിലുണ്ട്, അതും കൂടി ഉയർത്തി. അങ്ങനെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത രൂപത്തിൽ കഅബ പുതുക്കിപ്പെടുത്തി. പക്ഷെ ഹജ്ജാജ് ബിൻ യൂസുഫ്, യസീദ് ബിൻ മുആവിയയുടെ ഗവർണർ, മക്കത്തെ ഗവർണറാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് വന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെതിരെ കുറെ പരാതികൾ ഉന്നയിച്ചു. അതിലൊരു പരാതി ഇതായിരുന്നു, കഅബ പൊളിച്ച് നിർമ്മിച്ചു എന്നുള്ളത്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ത് ചെയ്തു, കഅബയിൽ നിന്ന് പൊളിച്ച് പുറത്തെടുത്തു. അദ്ദേഹത്തെ കഅബയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം വധിച്ചു കളഞ്ഞു ഹജ്ജാജ് ബിൻ യൂസുഫ്. എന്നിട്ട് ആ കഅബ വീണ്ടും തകർത്തു. എന്നിട്ട് ഖുറൈശികളുടെ രൂപത്തിൽ, ഇന്ന് കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, കഅബ വീണ്ടും ഹജ്ജാജ് ബിൻ യൂസുഫ് പണിതു. അന്ന് ഹജ്ജാജ് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത അതേ രൂപത്തിൽ ഇന്ന് കഅബ ബാക്കിയാകുമായിരുന്നു. പക്ഷെ ഹജ്ജാജ് ബിൻ യൂസുഫ് തകർത്തിട്ട് അന്ന് ഖുറൈശികൾ എടുത്ത അതേ രൂപത്തിൽ കഅബ പുതുക്കി പണിതു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മാഈലും കഅബ നിർമ്മിക്കുന്ന സമയം, പുതുക്കി നിർമ്മിക്കുന്ന സമയം ഹജറുൽ അസ്വദിന്റെ സ്ഥലത്ത്. അപ്പൊ അല്ലാഹുവിന്റെ കൽപ്പന വന്നു, ആ മലമുകളിൽ ഹജറുൽ അസ്വദ് ഉണ്ട്. അങ്ങനെ ആ മലമുകളിൽ ചെന്ന് ഹജറുൽ അസ്വദ് എടുത്ത് അത് അതിന്റെ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. പിന്നീട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫാത്തിമിയ ഭരണകാലഘട്ടത്തിൽ. പിന്നീട് അത് എന്തെയ്തു, തിരിച്ചു പിടിച്ചു. അങ്ങനെയാണ് ആ കല്ല് പൊട്ടിയത്. ഒറ്റ കല്ലായിരുന്നു, അതിപ്പോ 3 കഷ്ണമായിട്ടാണുള്ളത്. കുറെ ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ അത് കൊള്ളയെടുക്കപ്പെട്ടിട്ടുണ്ട് കഅബ. ഇനി ഖിയാമത്ത് നാളിന്റെ മുമ്പായിട്ട് എന്തെയും കഅബ പൊളിക്കപ്പെടും. ദുസ്സുവൈഖതൈൻ എന്നൊരാള്, ഹബശക്കാരനാണ്, എത്യോപ്യക്കാരനാണ്. അവൻ കഅബ പൊളിക്കൽ ആരംഭിക്കും. അതിന്റെ ഓരോ കല്ലും ഇളക്കിയെടുക്കും. ഓരോ കല്ലും ഇളക്കിയെടുത്ത് കടലിൽ കൊണ്ടിടും. ഖിയാമത്ത് നാളിന്റെ അവസാന ഭാഗം. അതിനുശേഷം ഹജ്ജും ഉംറയും നടപ്പാക്കപ്പെടില്ല. അള്ളാഹ് എന്ന് പറയാൻ കഴിയാത്തൊരു സമൂഹമായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കഅബ ഭൂമി ലോകത്ത് ഇല്ലാതാക്കപ്പെടും. അതിനുശേഷമാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രൂപം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാന് മൂസ, ഈസ, ഇബ്രാഹിം 3 ആളെയും ഞാൻ കണ്ടു. ഈസയുടെ രൂപം ഇങ്ങനെയാണ്, മൂസയുടെ രൂപം ഇങ്ങനെയാണ്. ഇപ്പൊ സഹാബകൾ ചോദിച്ചു, അമ്മാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം റസൂൽ വിശദീകരിച്ചില്ല.
അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, റസൂലെ അപ്പൊ ഇബ്രാഹിം എങ്ങനെയായിരുന്നു? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൻദുറു ഇലാ സാഹിബിക്കും, നിങ്ങൾ എന്നെ നോക്കിയാൽ മതി, എന്നെ പോലെ തന്നെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെയായിരുന്നു. ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിനെ കണ്ടു, പറഞ്ഞു എന്നെ പോലെ തന്നെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണാൻ. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം റസൂലിന്റെ പിതാമഹനാണ്, ജദ്ദാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏകദേശം രൂപം. നമ്മൾ ഖുർആനും ഹദീസും മാത്രം പറഞ്ഞു, അതിന്റെ അപ്പുറം ചരിത്രത്തിൽ കുറേ ഭാഗങ്ങൾ കാണാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല, കാരണം അത് അഹ്ലു കിതാബ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടാക്കിയ അവർക്കൊക്കെ ആവശ്യമാണ് ഇബ്രാഹിം നബിനെ പരമ്പര ചേർക്കാൻ വേണ്ടിയിട്ട്. അഹ്ലു കിതാബിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പല ചരിത്രങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, പല കള്ളക്കഥകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ വന്ന അതുപോലെ തന്നെ സഹീഹായ ഹദീസ് വന്ന സംഭവങ്ങൾ മാത്രം വിശദീകരിച്ചിട്ടുള്ളൂ. ഇതിനപ്പുറം പിന്നെയും കുറെ കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 200 വർഷം ജീവിച്ചിട്ടുണ്ട്. 200 വർഷം. അതിന് സഹീഹായ ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്തതന ഇബ്രാഹിം ബിൽ ഖദൂ വഹുവ ഇബ്നു 20 و100 സന. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 120ാമത്തെ വയസ്സിലാണ് ചേലാകർമ്മം ചെയ്യുന്നത്. ആ ചേലാകർമ്മം ചെയ്തിട്ട് 80 വർഷം അദ്ദേഹം ജീവിച്ചു. അപ്പോൾ 200 വർഷം. 200 വർഷമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചത്. സംഭവ ബഹുലമായ ഒരു ജീവിതമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറയുന്നുണ്ട്. ആ പറയുമ്പോഴൊക്കെയും തൗഹീദിലേക്ക് ചേർത്തിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞത്. അഥവാ തൗഹീദിന്റെ ഒരു പ്രബോധകനായിരുന്നു. തൗഹീദിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരു ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിമിന്റെ ആ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണമെന്ന് ഖുർആനിൽ കൽപ്പിച്ച ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്നും ഖലീലായി സ്വീകരിച്ചതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒരു വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചത് മുവഹിദായിട്ടാണ്, തൗഹീദിന് വേണ്ടിയിട്ടാണ്. ആ തൗഹീദിന് വേണ്ടിയിട്ടാണ് എല്ലാം സഹിക്കുകയും ത്യജിക്കുകയും ചെയ്തത്. എല്ലാ പ്രയാസങ്ങളും ആ തൗഹീദിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ആ തൗഹീദിന്റെ പേരിലാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഓരോ കാര്യങ്ങൾ വ്യക്തമായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.